രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗമുക്തി നേടുന്നത്. എനിക്കൊപ്പം ഉള്ളത് 14-കാരനെ ചികിത്സിച്ച ഡോക്ടർമാരാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ റൌഫും ഡോക്ടർ ഫെബിനയും. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഇതിന് മുൻപ് തന്നെ ഒരുപാട് കേസുകൾ ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരാൾ രോഗമുക്തിയിലേക്ക് എത്തുന്നത്. എന്താണ് അതിനൊരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മൾ മുമ്പ് 2 കേസ് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ നിങ്ങൾ മീഡിയ എല്ലാവരും പബ്ലിക് അവയർനെസ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഡോക്ടേഴ്സിനിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു അവയർനെസ് മെസ്സേജ് ഉണ്ടാക്കി സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടിക്ക് ഈ രോഗലക്ഷണങ്ങൾ വന്ന് 24 മണിക്കൂറിൽ തന്നെ പ്രാഥമിക ചികിത്സ തേടിയ ഹോസ്പിറ്റലിൽ നിന്നും പാർക്ക് ഹോസ്പിറ്റൽ വടകര അവർ തന്നെ ഈ സ്വിമ്മിങ്ങിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അത് സംശയിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് റെഫർ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ തുടങ്ങി 24 മണിക്കൂറിൽ ഈ രോഗം പ്രാഥമികമായി സ്ഥിരീകരിക്കാനും ചികിത്സ ആരംഭിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഏർലി ഡയഗ്നോസിസ്, ഏർലി ട്രീറ്റ്മെൻറ്റ്. പിന്നീട് നമുക്ക് മുമ്പ് മിൽറ്റിഫോസിൻ എന്നൊരു മരുന്ന് അവൈലബിൾ ആയിരുന്നില്ല, അതും ആരോഗ്യ വകുപ്പ് ഇടപെട്ട് 3-ാം ദിവസം എത്തിക്കുകയുണ്ടായി, അതും ഈ കുട്ടിക്ക് നൽകുകയുണ്ടായി. അപ്പോൾ ഏർലി ഡയഗ്നോസിസ്, ഏർലി ട്രീറ്റ്മെൻറ്റ്, എല്ലാ മരുന്നുകളുടെയും ലഭ്യത, ഇതെല്ലാം ഇവൻ്റെ റിക്കവറിക്ക് സഹായകമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം നമുക്ക് ഇത് എത്തുമ്പോൾ തന്നെ ഇതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ? അത് തന്നെയായിരിക്കില്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ അയക്കാനൊക്കെ ഉള്ള കാരണം? തീർച്ചയായും. അത് നമ്മൾ ഇതിന് മുമ്പേ കഴിഞ്ഞ മാസം തന്നെ 2 കേസ് കണ്ടപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളുണ്ടായിട്ടുള്ള അവരുടെയൊക്കെ CSF നട്ടെല്ലിൻ്റെ സ്രവത്തിൻ്റെ പ്രാഥമിക പരിശോധനാ ഫലം, അതിൽ നിന്നെല്ലാം നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ ഈ കേസ് ഇവൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മളത് സംശയിച്ചിരുന്നു. പെട്ടെന്ന് സ്വിമ്മിങ് ഒരു 4 days ബാക്കുള്ള സ്വിമ്മിങ്ങിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൈക്രോബയോളജിസ്റ്റും തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ കേസുകൾ കാണുന്നത് കൊണ്ട് അവരും ഇതിനോട് വളരെ ട്യൂൺഡാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ രോഗം സംശയിക്കാനും പെട്ടെന്ന് തന്നെ അമീബയെ പ്രാഥമികമായി സ്ഥിരീകരിക്കാനും ചികിത്സ ആരംഭിക്കാനും സാധിച്ചത്. എങ്ങനെയായിരുന്നു ചികിത്സ രീതി? ICUലായിരുന്നല്ലോ അല്ലേ? എത്ര ദിവസം ICUലായിരുന്നു? എത്ര ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നമ്മൾ രോഗമുക്തി നേടുന്നത്? നമ്മൾ ചികിത്സ ആരംഭിച്ച് ഇതിൽ ബിക്കോസ് ഒരു കൂട്ടം ആൻറ്റിഫംഗൽ മരുന്നുകളാണ്. അപ്പോൾ ചികിത്സ നൽകുമ്പോൾ തന്നെ അവൻ്റെ ബ്രെയിനിന് വേണ്ടിയുള്ള മോണിറ്ററിങ്ങിന് പുറമെ ഈ മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായ പൊട്ടാഷ്യം പല കാര്യങ്ങളും മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയോളം അവൻ ICUലായിരുന്നു. 8-ാം ദിവസം അതിനു മുമ്പ് നമുക്ക് PCR നെഗ്ലീരിയ ഫോളറി പോസിറ്റീവായിരുന്നു. 8-ാം ദിവസം വീണ്ടും നട്ടെല്ലിലെ സ്രവം പരിശോധിക്കുകയും CSF എല്ലാം നോർമലായി എന്ന് ഉറപ്പ് വരുത്തുകയും CSF PCR അയച്ചത് അത് വീണ്ടും നെഗറ്റീവായി, ഇതെല്ലാം ഉറപ്പ് വരുത്തി റിപ്പീറ്റ് MRI സ്കാൻ എടുത്ത് അതും നോർമലായി എന്നെല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് കുട്ടിയെ പിന്നീട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. തുടർന്ന് 2 ആഴ്ച ചികിത്സ റൂമിലായിരുന്നു. ടോട്ടൽ ഇൻ ഹോസ്പിറ്റൽ 3 ആഴ്ചത്തെ ചികിത്സ. ഇനി വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയോളം ടാബ്ലറ്റ് വഴി ഉള്ള ചികിത്സ ആവശ്യമാണ്. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും പേർക്ക് ഒന്നിച്ച് ഒരേ കാലയളവിൽ കുറേ കുട്ടികൾ വരുന്നുണ്ട്. നമ്മൾ മുൻപൊന്നും ഇത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ കൂടാനുള്ളൊരു കാരണം? അമീബയുടെ വർധന എന്താണ് നമ്മൾ കാണുന്നത്? അമീബ പൊതുവേ നമ്മൾ എല്ലാ വെള്ള സ്രോതസ്സുകളും കാണുന്ന ഒരു ജീവിയാണ്, പണ്ടുകാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഈ കൊല്ലത്തെ പതിവിലും വിപരീതമായിട്ടുള്ള ചൂട് തവണ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഈ അമീബ പൊതുവേ ചൂട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. 40 മുതൽ 45 ഡിഗ്രി വരെയാണ് ഇത് വളരാൻ ഇതിന് ഭയങ്കര സഹായകം. അപ്പോൾ ഇത്തവണത്തെ ചൂട് നല്ല കൂടുതലായിരിക്കും. ഒരുപക്ഷെ അത് കാരണം ഇത്തവണ ഇനിയിപ്പോൾ ഇത് കാരണം വല്ല അതിന് മാറ്റം സംഭവിച്ചോന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടിൽ ഇത് വളർന്ന് പിന്നെ ഒരു മഴ പെയ്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നതുകൊണ്ടായിരിക്കാം ഇക്കൊല്ലം. പക്ഷെ ഇതിനെന്തായാലും കൂടുതൽ ഗവേഷണം ചെയ്താലുള്ളൂ ഇത് ഏത് കാലഘട്ടത്തെ എങ്ങനെ ആർക്ക് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിജീവിച്ചവർ വളരെ കുറച്ച് പേരെല്ലാം കൊണ്ട് ഇതിൽ റിസർച്ച് ഡാറ്റ കുറവാണ്. കുറച്ച് അതിജീവിച്ചവരുടെ ഇത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇക്കൊല്ലം മിക്കവാറും ചൂടായിരിക്കാം, പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പഠനത്തിലേക്ക് എത്തുന്നുണ്ടോ ഇപ്പോഴത്തെ കേസ്? നിങ്ങൾക്ക് ആരോഗ്യരംഗത്തു നിന്നുള്ളൊരു ഇതെന്താണ്? അതിൽ തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഇപ്രാവശ്യം അമീബിക് എൻകഫലൈറ്റിസ് സ്ഥിരീകരിച്ച എല്ലാ കുട്ടികളുടെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അമീബയെ സീക്വൻസിങ് ചെയ്യുന്നുണ്ട്. അത് പോണ്ടിച്ചേരിയിലെ ലാബിൽ തന്നെ അവർ അതെന്തെങ്കിലും ജനിതക മാറ്റം സംഭവിച്ച അമീബയാണോ അതിനുള്ള സീക്വൻസിങ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആരോഗ്യവകുപ്പ് ഇടപെട്ട് വേറെ തരത്തിലുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചുള്ള പഠനത്തിനുള്ള അതിൻ്റെ പ്രാരംഭ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഡോക്ടർ, ഇപ്പോൾ കുളിക്കുന്ന കുളത്തിൽ കുളിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു ആശങ്കയുണ്ടോ? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കുളമാണെങ്കിലും സ്വിമ്മിംഗ് പൂളാണെങ്കിലും നമ്മളത് ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ക്ലോറിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, പൂളിലെ വെള്ളം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നമുക്ക് മാർഗ്ഗനിർദ്ദേശമുണ്ട്, അതനുസരിച്ച് ചെയ്യുക. കുളങ്ങൾ പറ്റാവുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ ഈ ഡൈവ് ചെയ്ത് കുളിക്കുന്നവരൊക്കെ മുങ്ങി കുളിക്കുമ്പോൾ നോസ് ക്ലിപ്പ് ഉപയോഗിക്കാം.
പിന്നെ തല മുകളിൽ വെച്ചിട്ട് ഇതാക്കാം. പിന്നെ ബാക്കിയുള്ളത് നമ്മളിനിയിപ്പം കുളിച്ചിട്ടുണ്ട്, അതിന് കുളിച്ചൊരു 14 ദിവസത്തിനുള്ളിൽ വല്ല പനിയോ തലവേദനയോ ഛർദിയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കാത്തിരിക്കാതെ ഉടനെ തന്നെ അടുത്ത ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. അവിടെ ചെന്നിട്ട് പറയുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉടനെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഏജ് കാറ്റഗറി ഉണ്ടോ ഇതിനകത്ത്? ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വന്നതൊക്കെ കുട്ടികളല്ലേ? നമ്മൾ ലോകത്ത് തന്നെയുള്ള എല്ലാ കേസുകളും പരിശോധിക്കുമ്പോൾ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 14 വയസ്സാണ്. കൂടുതലായിട്ടും ഇത് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അറിയാം, ഈ അമീബ മൂക്കിലൂടെ ഒരു ക്രിബ്രിഫോം പ്ലേറ്റ് വഴിയാണ് ബ്രെയിനിലോട്ട് പോകുന്നത്. ആ ക്രിബ്രിഫോം പ്ലേറ്റ് അത്രയും കുട്ടികളിൽ അത് അത്രയും ക്ലോസ്ഡ് അല്ല, അല്ലെങ്കിൽ അത്രയും മെച്ചോർഡ് അല്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത് ഈ 10-നും 15-നും അടുക്കുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അവർ കൂടുതൽ ജമ്പ് ചെയ്യാനും ഡൈവ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഈ 2 കാരണങ്ങളാണ് ഇതിൽ കൂടുതൽ പറയപ്പെടുന്നത്. ഇതിൽ മറ്റൊരു സംശയം, ഇപ്പം ഇങ്ങനെ വന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആ കുളത്തിൽ കുളിച്ച ആളുകൾക്ക് മുഴുവൻ ആശങ്കയുണ്ടാവും ഞങ്ങൾക്ക് വരുമോ എന്നുള്ളത്. അപ്പോൾ ഒരു കുളത്തിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് മാത്രമാണ് വരിക, അങ്ങനെ എന്തെങ്കിലും പഠനങ്ങളോ അതുണ്ടോ? ഒരു കുളത്തിൽ നിന്നും സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഇതുവരെയുള്ള കേസുകളിലെല്ലാം ഒരു കുളത്തിൽ നിന്ന് ഒരാളിൽ കൂടുതൽ പേർക്ക് വന്നിട്ടില്ല. എന്നാലും തിയററ്റിക്കലി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് തന്നെയുള്ള എല്ലാ കേസുകളിലും അപൂർവമായിട്ടാണ് ഒരു സ്രോതസ്സിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ പേർക്ക് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഒരാൾ ഒരു പ്രത്യേക തരത്തിൽ ഡൈവ് ചെയ്യുന്നത്, പ്രത്യേക തരത്തിൽ മുങ്ങുന്നത്, പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ മൂക്കിൻ്റെ അനാട്ടമിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഇതെല്ലാം ആയിരിക്കാം ഇതിനുള്ള കാരണം. അപ്പോൾ ഒരു കുളത്തിൽ കുളിച്ചെന്ന് വെച്ച് അതേ കുളത്തിൽ കുളിച്ച ആർക്കും വന്നുകൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ആ കുളത്തിൽ കുളിച്ചവർ ആർക്കെങ്കിലും 14 ദിവസത്തിനുള്ളിൽ തലവേദനയോ പനിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ തേടേണ്ടതാണ്. ഇതിപ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലേ, ഇനിയിപ്പം ഈ 2 കുട്ടികൾ കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്, അപ്പോൾ കൂടുതലൊരു പ്രതീക്ഷയാണല്ലോ അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മൾ മുമ്പ് ഈ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ 98% മോർട്ടാലിറ്റി, 98 to 100% മോർട്ടാലിറ്റി എന്നാണ് പറയുക. അപ്പോൾ അതിൽ പ്രധാനമായും കാരണം ഇത്തരം കേസുകൾ വരുമ്പോഴേക്കും 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ചികിത്സ ഫലിക്കുന്നതിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ നേരത്തെ, അതായത് 24-48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അസുഖം കണ്ടെത്തി ചികിത്സിക്കാൻ സാധിച്ചാൽ ഇതിൽ രോഗമുക്തി സാധ്യമാണ് എന്നാണ്. ഓക്കെ, ഡോക്ടർ പറഞ്ഞതുപോലെയാണ് ഈ കാര്യങ്ങൾ. അതായത് നമ്മൾ എത്രയും നേരത്തെ അസുഖം കണ്ടെത്തുന്നു, അത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങുന്ന ആളുകൾക്ക് ഇതിൻ്റെ അകത്തുനിന്നും മുക്തി നേടാൻ പറ്റുമെന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ അനുഭവം തെളിയിക്കുന്നത്. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.